സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 49, അതിൻ്റെ 15, 16 തിരുവചനങ്ങൾ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 15, 16 തിരുവചനങ്ങളിൽ സർവശക്തനായ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ഇന്ന് തിരുവചനം ശ്രവിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. ഇവിടെ ദൈവം നമ്മെ കരുതുന്ന, ദൈവം നമ്മെ പരിപാലിക്കുന്ന, പരിപോഷിപ്പിക്കുന്ന വിഷയങ്ങൾ ഒരു സ്ത്രീയുടെ ഉപമയിലൂടെ വെളിപ്പെടുത്തുകയാണ്. ചോദ്യം ഇതാണ്: ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന്, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ എന്ന്. ഇത് ഇന്നത്തെ തലമുറയിൽ ഒരു വെല്ലുവിളി ഉണർത്തുന്ന ചോദ്യം തന്നെയാണ്. കാരണം ഇന്ന് പല സ്ത്രീകളും തങ്ങളുടെ കുഞ്ഞിനെ മറക്കുന്നു. താൻ പ്രസവിച്ച കുഞ്ഞുങ്ങളോട് കരുണ തോന്നാതെ നൈമിഷികമായ ഈ ലോക സംബന്ധമായ വിവിധ വിഷയങ്ങളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കുളിച്ചോടുന്നു. ആ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ സത്യത്തിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു മാതാവ്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ഒരിക്കലും മറക്കുകയില്ല. താൻ പ്രസവിച്ച മകനോട് അഥവാ മകളോട് ഒരിക്കലും കരുണ തോന്നാതിരിക്കുകയില്ല. അതിന് ഉദാഹരണം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശലോമോൻ രാജാവ് തൻ്റെ ഭരണം ആരംഭിക്കുന്ന സമയം 2 സ്ത്രീകൾ 2 കുഞ്ഞുങ്ങളുമായി രാജാവിൻ്റെ അടുക്കൽ വരികയാണ്. രണ്ടുപേരും തമ്മിൽ തർക്കിക്കുകയാണ്. ഒരു സ്ത്രീയുടെ കരങ്ങളിലിരിക്കുന്നത് മരിച്ച കുഞ്ഞാണ്. ഒരു സ്ത്രീയുടെ കരത്തിലിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന കുഞ്ഞാണ്. മരിച്ച കുഞ്ഞിൻ്റെ അമ്മ പറയുന്നു, ജീവിച്ചിരിക്കുന്ന കുഞ്ഞാണ് എൻ്റേതെന്ന്. അതുപോലെ തന്നെ തിരിച്ചും പറയുന്നു. ഇവിടെ മരിച്ച കുഞ്ഞാരുടേതാണ്, ജീവിച്ചിരിക്കുന്ന കുഞ്ഞാരുടേതാണെന്നുള്ള തർക്കമാണ് അവശേഷിക്കുന്നത്. ശലോമോൻ രാജാവ് കൽപ്പിക്കുന്നു, ഒരു വാൾ കൊണ്ടുവരിക, ഇവരുടെ തർക്കം മാറുവാൻ ഈ കുഞ്ഞിനെ 2 പിളർന്ന് ഓരോ ഭാഗം ഓരോരുത്തർക്ക് നൽകുക എന്ന്. അപ്പോൾ യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മ നെഞ്ചു പിടഞ്ഞ് വേദനയോടെ കരഞ്ഞുകൊണ്ട് രാജാവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു, ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ പിളർക്കരുതേ, എനിക്ക് തന്നില്ലെങ്കിലും ആ കുഞ്ഞിനെ കൊല്ലേണ്ട, അവളുടേതെന്ന് പറയുന്ന അവൾക്ക് തന്നെ കൊടുപ്പിനെന്ന്. അപ്പോൾ രാജാവ് സത്യം മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവളാണ് ആ കുഞ്ഞിൻ്റെ അമ്മ എന്ന് സ്ഥാപിക്കുകയാണ്. എന്നാൽ മറ്റേ സ്ത്രീ പറഞ്ഞതോ, എനിക്കും വേണ്ട അവൾക്കും വേണ്ട, ആ കുഞ്ഞിനെ പിളർക്കട്ടെ എന്ന്. സത്യം കണ്ടെത്തിയ രാജാവ്
യഥാർത്ഥ അമ്മയ്ക്ക് കുഞ്ഞിനെ, ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ തന്നെ നൽകുകയാണ്. മരിച്ച കുഞ്ഞ് ആ മറ്റേ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ ഒരു ന്യായവിധി നടക്കുകയാണ്. യഥാർത്ഥമായ സ്നേഹം ഇവിടെ നാം കാണുകയാണ്. ഒരു കുഞ്ഞിനോടുള്ള അമ്മയുടെ യഥാർത്ഥ സ്നേഹം. അതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്നാണ് ഇവിടെ ദൈവം പറയുന്നത്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും തൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരുന്നാലും സർവശക്തനായ ദൈവം നമ്മുടെ സൃഷ്ടാവാകയാൽ നമ്മെ ഒരിക്കലും മറക്കുകയില്ല. നമ്മെ മറക്കാതിരിക്കുവാൻ ദൈവം ചെയ്തിരിക്കുന്നത് നമ്മുടെ ചിത്രത്തെ തൻ്റെ കരങ്ങളിൽ വരച്ചിരിക്കുന്നുവെന്നാണ് ഈ വചനം പറയുന്നത്. ആമേൻ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം നാവുകളാലത് വർണ്ണിപ്പതിന്നെഴുതൂ. 10,000-ത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ ആരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ സ്നേഹവാപിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ.
എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്ത